കേരളത്തിൽ വാഹനാപകടങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയാളികൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നേ ദിവസം ചർച്ച ചെയ്യുകയും മാധ്യമങ്ങളിൽ വരികയും എന്നാൽ പിറ്റേ ദിവസം മറക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ പൊലിയുന്നത് സാധാരണക്കാരുടെ ജീവനുകളാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് യാത്ര ചെയ്യുന്നത് ആൾക്കാർ. കുടുംബ വീടുകളിലേക്കും കച്ചവടത്തിന് വേണ്ടിയിട്ടും കുട്ടികൾ സ്കൂളിലേക്കും യാത്ര ചെയ്യുകയാണ്. പിന്നിലിരിക്കുന്നവർ കല്ലുകളും മണ്ണുകളുമല്ല എന്ന് ഓടിക്കുന്ന ഡ്രൈവർ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ കണ്ടാണ് കുറ്റിപ്പുറത്ത് ബസ് 2 കഷ്ണമായില്ലേ. മന്ത്രി CP ജോൺ വന്നിട്ട് പറയാണ് ബസ് 2 കഷ്ണമായി, ഒരാൾക്കാർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. VS ജോയ് വന്നിട്ട് പറയുന്നു ചാറ്റൽ മഴ ആശ്വാസം. ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കാണുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടത് ഇതിന് സൊല്യൂഷനാണ്, ഒരു സ്ട്രിക്റ്റ് സൊല്യൂഷൻ, സ്ട്രിക്റ്റ് നിയമങ്ങൾ ഇതാണ് കൊണ്ടുവരേണ്ടത്. പണ്ട് മോഹൻലാൽ ഗൾഫ് കൺട്രീസ് വന്നപ്പോൾ പറഞ്ഞു എത്ര നന്നായിട്ടാണ് മലയാളികൾ വണ്ടി ഓടിക്കുന്നത്, ഇതേ മലയാളികൾ നാട്ടിലും ഓടിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടെ അത്രയും വലിയ ഫൈനുകളാണ്. റെഡ് ക്രോസിങ്, ഓവർ സ്പീഡ്, റോങ് പാർക്കിങ്, റോങ് ആയിട്ട് വണ്ടി, ഇതിനൊക്കെ വളരെ വലിയ ഫൈനുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് 2ാമത്തെ പ്രാവശ്യം ആൾക്കാർ അങ്ങനെ ഓടിക്കാൻ പേടിക്കും. നാട്ടിലും ഇതുപോലുള്ള സ്ട്രിക്റ്റ് റൂളുകളെന്ന് മാത്രം ഇത് നടപ്പിലാക്കണം. പരിശോധിക്കുന്നുണ്ട്, ക്യാമറ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം, ഇത് നടപ്പിലാക്കണം. റോഡ് സൈഡിലൂടെ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ വണ്ടി കൊണ്ട് വിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം കഴിഞ്ഞ ദിവസം നോക്കൂ, മദ്യം കഴിച്ചിട്ട് കാർ ഓടിച്ചിട്ട് കണ്ണി കണ്ടവരൊക്കെ ഇടിച്ചിട്ട് ബൈക്കുകാരൻ്റെ കാലപ്പുറത്തെ ചെമെത്തിരുന്നാണ് കിട്ടിയത്. അപ്പോൾ മദ്യം കഴിച്ച് വണ്ടി ഓടിക്കുക, ഓവർ സ്പീഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ശക്തമായ നിയമ നടപടികൾ അപ്പം തന്നെ സ്പോട്ടിൽ കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അത് അപ്പം തന്നെ ഫൈന് വരണം. പിന്നെ അതിൽ എക്സ്ക്യൂസ് കൊടുക്കാൻ പാടില്ല. ഇത് മാക്സിമം ഷെയർ ചെയ്യുക, മുഖ്യമന്ത്രിയിൽ എത്തുന്നവരെ മാക്സിമം ഷെയർ ചെയ്യുക, പ്രതിപക്ഷവും ഇടപെടുക, മാധ്യമങ്ങളെ ചർച്ച ചെയ്ത് നാളെ നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രിയിലൂടെ സധൈര്യത്തോടെ യാത്ര ചെയ്യുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.